നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാട്ടോ. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരമൽ കേക്ക് ചെയ്യാനായിട്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് സോക്ക് ചെയ്തിരിക്കുന്നത് കാരമൽ സിറപ്പിലാണ്. ഫില്ലിംഗ് ആയിട്ട് കാരമൽ സിറപ്പ് ഉണ്ട്. പിന്നെ ഫ്രോസ്റ്റിംഗ് ആണെങ്കിൽ അതും കാരമൽ ഫ്രോസ്റ്റിംഗ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ ഒരു കേക്കും നമ്മൾ എല്ലാ കേക്കുകളും പോലെ തന്നെ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ഡെക്കറേഷൻ ആണെങ്കിലും ഈസി ഡെക്കറേഷൻ ആണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കാരമൽ കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കാരമൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കാരമൽ സോസ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടേക്കാം. അതപ്പോൾ അവിടെ കുറഞ്ഞ തീയിൽ അവിടെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും കേട്ടോ. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതപ്പോൾ പഞ്ചസാര മുഴുവനും ഒന്ന് മെൽറ്റായി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറൊന്നും ആവണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. ഒരുപാട് തണുത്ത ഫ്രഷ് ക്രീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ട പിടിക്കും കേട്ടോ. കട്ട പിടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇളക്കുമ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. തീ വളരെ കുറച്ചിട്ടിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താലേ ആ കാരമൽ സിറപ്പിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം തീ ഓഫാക്കിയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മൈദ എടുക്കുകയാണ്. 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട എടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോഴും ഇതുപോലെ മുട്ടയുടെ ഒരു ബോക്സിലിട്ട് സൈഡിൽ വെച്ചേക്കും. കേക്കിന് ആവശ്യമുള്ള മുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറൊന്നുമില്ല. അത് നമുക്കൊരു 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബീറ്ററൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് മിക്സിയിൽ ചെയ്യുന്നത്. പിന്നെ എനിക്കും കുറച്ചുകൂടെ എളുപ്പം അത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം വാനില എസൻസ് തൊട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതപ്പിച്ചങ്ങ് എടുക്കണം. ഒരു ഹൈ സ്പീഡിൽ തന്നെ, ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ട് പതപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അടിച്ചെടുക്കട്ടെ. അതൊന്നൊരു അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യം 3 or 4 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പാച്ചുല ഉണ്ടെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പം മൈദ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലൊഴിച്ചു കൊടുക്കാം. പാലൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ച് ഇളക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരും. ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 8 ഇഞ്ച് വരുന്ന ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. ട്രേ ഒക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക കേട്ടോ, നല്ലത്. ഞാൻ മറന്നുപോയതാണ്. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗറോടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചുല വെച്ച് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കിയൊന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എയർ ബബിൾസ് ഇങ്ങനെ മുകളിലോട്ട് അതിങ്ങനെ വന്ന് പൊട്ടി പൊട്ടി ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ബേക്ക് ചെയ്യാൻ വെക്കാവുള്ളൂ. ഇതപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബ്രേക്ക് ചെയ്തെടുക്കാം. അത് ബേക്കായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ.
അതിപ്പോൾ 30 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ, 28 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അതിപ്പോൾ ടൈമൊക്കെ ഫ്ലെയിമിനെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുവരെയും നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഫ്രഷ് ക്രീം ഇരിപ്പുണ്ട്. അത് നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിപ്പിംഗ് ക്രീം ആയാലും മതി. ഇതിപ്പോൾ ഒരു 1/4 കപ്പാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പാലാണ്. അപ്പോൾ അത് 1 കപ്പ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മൊത്തം 1/4 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ പാലും ക്രീമും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടായി തിളച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് ഡാർക്ക് കളർ ആവരുത് കേട്ടോ, അപ്പോഴത്തേക്ക് ഒരു കയ്പ്പ് രസം വരും. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലും ക്രീമും കൂടെ ഉള്ള മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്നും ഇല്ലാതെ അങ്ങ് വന്നോളും. ഇനി ഇൻ കേസ് കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് മെൽറ്റ് ആയിക്കോളും. അപ്പം എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതും ഉപ്പിടാൻ മറന്നു പോകരുത്, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പം നല്ല ടേസ്റ്റാട്ടോ, ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. കാരമൽ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റർ ഉപയോഗിച്ചിട്ടും വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്ഡ് ക്രീം കിട്ടും. അപ്പം നമ്മുടെ ക്രീം നല്ല വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കാരമൽ സിറപ്പാക്കി വെച്ചില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്തപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കാരമൽ നമ്മുടെ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിനാണ് ആദ്യമേ നമ്മൾ ഈ കാരമൽ സോസ് ആക്കി വെച്ചത് കേട്ടോ. അപ്പം ബാക്കി ഇത്രയും കാരമൽ ഉണ്ട് കേട്ടോ, അതവിടെ നമുക്ക് മാറ്റി വെക്കാം. അവസാനം ഫില്ലിങ്ങിനും ഡെക്കറേഷനും ഒക്കെ കൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം. ബീറ്റർ വെച്ചാണ് അടിക്കുന്നതെങ്കിൽ ബീറ്റർ കൊണ്ട് അടിച്ചാലും മതി. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ക്രീമിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു കാരമൽ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ക്രീം ലൂസായിട്ടൊന്നുമില്ല കേട്ടോ, അതേപോലെ തിക്നെസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്, നല്ല ഗോൾഡൻ കളറിലൊക്കെ ഇരിപ്പുണ്ട്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഹൈറ്റ് കിട്ടുന്നില്ല എന്ന് പ്രശ്നം ഉള്ളവരുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രെയിൽ ചെയ്താൽ മതി. പക്ഷേ ഒരുപാട് തിക്നെസ് ഉള്ള ലെയറിനെ കഴിഞ്ഞും എനിക്ക് പേഴ്സണലി ഇഷ്ടം തിന്നായിട്ടുള്ള ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 8 ഇഞ്ചിൻ്റെ ട്രെയിൽ ചെയ്യുന്നത്. അപ്പം നല്ല സോഫ്റ്റും ഉണ്ട്. മിക്സിയിലാണ് ചെയ്തതെന്നൊന്നും ആരും പറയില്ല. നമുക്ക് ലെയർ ചെയ്തെടുക്കാം. ഒരു 3 ആയിട്ട് ലെയർ ചെയ്തെടുക്കാം. ഇപ്പം നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ചും കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് നല്ല അസലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൂസ് ഡൈൻ്റെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. 3ാമത്തെ ലെയറും എടുത്ത് വെക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ച് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സിറപ്പാണ് കേട്ടോ, അത് വെച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്യാം. ഇത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ഇതുപോലെ സോക്ക് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ആദ്യം മുറിച്ച് എടുത്ത് മാറ്റിയ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനും ഈ കേക്കിൽ ഉപയോഗിക്കണേ. അതിന് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ക്രീമാണ്.
അത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ച കാരമൽ സോസ് കുറച്ച് മാത്രം എടുത്ത് തേച്ച് കൊടുക്കുകയാണ്. 2 ലെയറിൽ മാത്രം തേച്ചാൽ മതി. ബാക്കി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ക്രീം വെച്ച് കൊടുക്കാം. കാരമൽ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാനേ. നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലും ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലും കൂടെ ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മതി. എന്നിട്ട് മോൾ ഭാഗത്തുനിന്ന് സൈഡിലുള്ള ആ ഒരു ക്രീം നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് വടിച്ചിങ്ങ് എടുക്കാം. അപ്പം നല്ല ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതിന് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള ഡെക്കറേഷൻ, കാരമൽ ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയാണ്. അപ്പം അത്രയും സമയം ഫ്രിഡ്ജിലിരിക്കട്ടെ. ഫ്രീസറിൽ വേണ്ട, ഫ്രിഡ്ജിൽ മതി. ഇനി നമുക്ക് കാരമൽ ഡെക്കറേഷൻ ചെയ്യണം. അപ്പം അതിനുവേണ്ടി വീതിയുള്ള ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ, ഒരുപാട് വീതി വേണ്ട, ഒരു കുറച്ച് വീതി ഉള്ള ഒരു ബുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിക്ഷണറിയാണ് കേട്ടോ എടുത്തത്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കാരമൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതവിടെ ഇരുന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പം ആദ്യം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ചൊന്ന് മെൽറ്റായി ഡാർക്ക് കളറായി വരുന്ന സമയത്ത് തീ സിമ്മിലേക്കിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം മെൽറ്റായിട്ടുണ്ട്. അപ്പം മോളാണ് ക്യാമറയും കൊണ്ട് പുറകെ നടക്കുന്നത്. ഇതിപ്പം നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓഫാക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഓഫായി കഴിയുമ്പോഴത്തേക്കും ഇളക്കുമ്പം ആ പതയൊക്കെ ഒന്ന് പോയി കാരമൽ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു സിലിക്കോൺ മാറ്റിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. സിലിക്കോൺ മാറ്റ് നീളത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പേര് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലിക്കോൺ മാറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന്. സിലിക്കോൺ മാറ്റ് ആവുമ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാനും കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ കിട്ടുള്ളൂ. ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അത് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഉടനെ തന്നെ എടുത്ത് നമുക്ക് അത് ബുക്കിൻ്റെ മുകളിലേക്ക് വെക്കരുത്. കുറച്ച് സമയം ഒന്ന് ഇത്തിരി സെറ്റ് ആവണം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകും. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഈ ബുക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇത് കൈ പൊള്ളിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ബുക്ക് ഞാനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ നിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് അത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് താഴോട്ട് ഒലിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുക്കാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ നോക്കണം. എന്ന് വെച്ചാൽ കുറച്ചൊന്ന് തിക്കായി വരുന്ന ആ ഒരു സമയത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നാൽ ആ സമയത്ത് ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ടോങ്സ് ഉണ്ടെങ്കിൽ ടോങ്സ് വെച്ചിട്ടെടുത്ത് വെച്ച് കൊടുത്താലും മതി. ഇതിപ്പം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആയിട്ടുള്ളത്. ഒരുപാട് തണുത്തിട്ടുമില്ല, എന്നാൽ ഭയങ്കര ചൂടുമില്ല. ആ ഒരു പരുവത്തിനാണല്ലോ. അതുകൊണ്ട് നമ്മളവിടെ വെക്കുമ്പോഴത്തേക്കും അവിടെ ഒട്ടിയിരുന്നുള്ളൂ. അതിൽ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് പതുക്കെ അങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് സിലിക്കോൺ മാറ്റ് ആണെങ്കിലേ ഇതുപോലെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ ഡെക്കറേഷൻ. ഇതിനിപ്പം വെക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് മെൽറ്റായി പൊട്ടിപ്പോവും. പിന്നെ ഇത് ഈ പ്ലേറ്റിലിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളൂ. നമ്മുടെ കാരമൽ സിറപ്പ് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അത് നമുക്ക് ഈ കാരമൽ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ലൂസാവണം. ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്യരുത്. ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ മതിയാകും. അതൊഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങ് ലൂസായി വന്നോളൂ. അതുകൊണ്ട് ഇതിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിന് എടുത്താൽ മതി. കൂടുതൽ ലൂസായി പോകരുത്. ഇതാ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കി വെച്ച കാരമൽ സോസ് ഇല്ലേ, അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് കേക്കിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. നീളത്തിലങ്ങ് പൊക്കി വെച്ച് ഇങ്ങനെ കൈ ഒന്ന് നീക്കി കൊടുത്തിരുന്നാൽ മതി. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും വേണമെന്നില്ല. വെറുതെ ഇങ്ങനെ നീളത്തിലങ്ങ് ആക്കി കൊടുത്താൽ മതി. അടിപൊളി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. ഒരു ഈസി ഡെക്കറേഷനാണ്.
ഇനി നമുക്ക് നമ്മുടെ കാരമൽ ഡെക്കറേഷനും കൂടെ വെച്ച് കൊടുക്കാം. അത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ അങ്ങ് ഇരുന്നോളും. ഇനി ഇത് രണ്ട് സൈഡിലും കുറച്ചൊരു ഒഴിഞ്ഞു കിടക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമുക്ക് ഈ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങ് നീളത്തിലങ്ങ് കൈ അങ്ങ് മൂവ് ചെയ്താൽ മതി. അപ്പം രണ്ട് സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ ബോൾസ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കേക്കിന്റെ മുകളിൽ കാരമൽ സോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു എങ്ങനെയാണ് അതിന്റെ കൺസിസ്റ്റൻസി, നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വേറൊരു പാത്രത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ കേക്കിന്റെ മുകളിലേക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പൊ സൈഡിൽ ചെയ്തതിന് ശേഷം മുകളിൽ ചെയ്യുന്ന സമയത്തും അതിന് മുമ്പ് ഒന്ന് ചെയ്ത് നോക്കണം. കാരണം കുറച്ച് ഇരിക്കുമ്പോഴത്തേക്കും കാരമൽ കുറച്ചൊന്ന് തിക്കാവും. അപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം കേക്കിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ ആ കേക്കായിരിക്കും കൊളായി പോവുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സിമ്പിൾ ആൻഡ് എലഗന്റ് ഡെക്കറേഷനാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്. എന്നാൽ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ആ കാരമൽ ഡെക്കറേഷന്റെ മുകളിലും താഴെയൊക്കെ ആ ഒരു സെയിം ഗോൾഡൻ ബോൾസ് ആണുള്ളത്. രണ്ടും നല്ല മാച്ചായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. അടുത്ത കട്ട് ചെയ്യുന്നതിന് മുമ്പേ കത്തി ഒന്ന് തുടച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് പതുക്കെ ഇങ്ങനെ എടുക്കാം. അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തു. ഞാൻ കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. കേക്ക് നല്ല സോക്കായിട്ടിരിക്കുന്നുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ അതിൻ്റെ ആ സിറപ്പ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കാരമലൊക്കെ സിറപ്പൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മുടെ ഫ്രോസ്റ്റിങ്, കാരമൽ ഫ്രോസ്റ്റിങ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു കേക്ക് ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചവക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പാലിട്ടാൽ മതി, അങ്ങനെ അലിഞ്ഞിറങ്ങിപ്പോയിക്കോളും. അപ്പോൾ അതുകൂടെ കഴിക്കട്ടെ. അപ്പോൾ അടുത്തൊരു പീസ് കൂടെ എടുക്കുകയാണ്. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 1.25 കിലോ വരുന്ന കേക്കാണ്. പിന്നെ 1 കിലോ കാരമൽ കേക്കിൻ്റെ റേറ്റ് വരുന്നത് 700 തൊട്ട് 900 വരെയൊക്കെയാണ്. അതൊക്കെ പിന്നെ ഓരോ ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇനി സിലിക്കോൺ ഷീറ്റൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലൊരു ബോട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് വെള്ളം നല്ല ഐസാക്കി എടുക്കണം. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാരമൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറ്റിയ സ്റ്റീലിൻ്റെ പാത്രമോ ഏതായാലും കുഴപ്പമില്ല. ഇനി അതുമല്ല ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ അടപ്പിടാതെ വേണം ഫ്രീസറിൽ വെള്ളമായിട്ട് വെക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുപ്പി പൊട്ടിപ്പോവേ. ഇതിപ്പോൾ ഒരു 1-2 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. പതുക്കെ നമുക്കൊന്ന് തള്ളിക്കൊടുക്കുമ്പോൾ നമുക്കതങ്ങ് ഊർന്നങ്ങ് പെട്ടെന്നങ്ങ് പോന്നോളും. അത് എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം അതേപോലെ തന്നെ ഒരു കാരമൽ ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് കൊടുത്താലും മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൈയൊന്നും പൊള്ളിക്കാതെ നോക്കണം. കാരണം ഇത് കൊണ്ട് പൊള്ളിയാൽ നല്ല പണിയാണ്. എനിക്ക് പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മുതിർന്നവരില്ലാതെ ഒറ്റയ്ക്കൊന്നും ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.